ശ്രീ ഹക്കീം കുട്ടായി, ഈ ജീവിതത്തിൽ പലതരം വാർത്തകൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. വളരെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, ചിലപ്പോൾ ഒരുപാട് സങ്കടം വരുന്ന വാർത്തകൾ, ചിലപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഓർമ്മയിൽ നിൽക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയ വാർത്ത, വളരെ സന്തോഷത്തോടു കൂടി വാർത്ത വായിച്ചത് ഏത് ഘട്ടമാണ്? ഏതെങ്കിലും ഒരു വാർത്ത ഓർമ്മയുണ്ടോ? വളരെ സന്തോഷകരമായ വാർത്തകൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള വാർത്തകളേ ഉള്ളൂ സന്തോഷകരമായിട്ട് വായിച്ചത്. നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാർത്ത എന്ന് പറയാൻ മാത്രമില്ല സന്തോഷിക്കുന്ന രീതിയിൽ. എന്നാൽ സന്തോഷിക്കുന്ന വാർത്തകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ വാർത്തകളുണ്ട്. പക്ഷേ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാറുള്ളത്. മറ്റത് നമ്മൾ അപ്പം തന്നെ മറന്നു പോകും. ഹൃദയത്തിൽ തട്ടി വേദനിച്ചൊരു വാർത്ത ഏതാണ് താങ്കൾ വായിച്ച വാർത്തയിൽ? എനിക്ക് ഏറ്റവും വേദന തോന്നിയത് കടലുണ്ടി ദുരന്തമാണ്. ആ കടലുണ്ടി ദുരന്തത്തിൽ എൻ്റെ 3 സുഹൃത്തുക്കളാണ് മരിച്ചുപോയത്, അതിലകപ്പെട്ടു പോയത്. അവരെ ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് വരെ കണ്ടിരുന്നു, നാട്ടിൽ പോയപ്പോൾ കണ്ടിരുന്ന 1-2 പേരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവർ മരിച്ചുപോയി, ഞാനത് അറിയുന്നില്ല. പിന്നെ പേര് വരുമ്പോഴാണ് അവർ മരിച്ചുപോയി എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ അവരെ പേരുൾപ്പെടെ ആ വാർത്ത വായിക്കുമ്പോൾ വളരെ വേദന ഉണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് വായിക്കാൻ പാടില്ലല്ലോ. ആ വികാരം നമ്മുടെ വാർത്തകളിൽ വരാൻ പാടില്ലല്ലോ, വേദനയുടെ വികാരം. അപ്പോൾ അത് കാണിക്കാതെ തന്നെ വായിച്ച് തീരുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയ സന്ദർഭങ്ങളായിരുന്നു അതൊക്കെ. ശ്രീ ഹക്കീം കുട്ടായി, ഒരുപാട് മാറിയല്ലേ? വാർത്തയുടെ അവതരണം മാറി, വാർത്തയുടെ ശീലങ്ങൾ മാറി. പഴയ കാലത്ത് റേഡിയോയുടെ ചുറ്റും ഇങ്ങനെ വന്നിരുന്ന് ലോകം മാറുന്നത്, രാജ്യം മാറുന്നത്, ഭരണം മാറുന്നത്, വിപത്തുകൾ സംഭവിക്കുന്നത്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കാനെത്തിയിരുന്ന ആളുകൾ റേഡിയോയുടെ ചുവട്ടിൽ നിന്ന് മാറി. ഇപ്പോൾ പോഡ്കാസ്റ്റുകൾ എത്തി, അതിനുശേഷം അല്ലേ? പറഞ്ഞോളൂ ശ്രീ ഹക്കീം കുട്ടായി. വളരെ മാറ്റം വന്നല്ലോ, വളരെ മാറ്റം വന്നു. അന്നൊക്കെ നമ്മൾ ഈ ഇലക്ഷൻ വാർത്തകൾ കേൾക്കുന്നത് റേഡിയോ വഴിയാണല്ലോ. അതെ. ഈ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു, അന്ന് ബാലറ്റ് പേപ്പറിൽ ഇത്ര ബാലറ്റുകൾ തരംതിരിച്ചു കഴിഞ്ഞു, ഇന്നയാൾ ലീഡ് ചെയ്യുന്നു, ഇന്നയാൾ പിന്നിലേക്ക് പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ 1-2 ദിവസം എടുത്താണ് വാർത്താ ബുള്ളറ്റിൻ തന്നെ, നമ്മുടെ ഇലക്ഷൻ ബുള്ളറ്റിൻ തന്നെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അത് അത്രയും ദിവസങ്ങളിലും അവിടെ ആളുകൾ റേഡിയോയ്ക്ക് മുന്നിലുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇറാഖ് യുദ്ധം നടന്ന സമയങ്ങളിൽ, അങ്ങനെയുള്ള ആ പഴയ കാലങ്ങളിലൊക്കെ റേഡിയോയ്ക്ക് മുന്നിൽ ലൈബ്രറിയുടെയും മറ്റും ഗ്രാമപ്രദേശങ്ങളിലെ ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലോ അതിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോ സെക്കൻഡിലും ഓരോ പുതിയ വാർത്തകൾ എത്തുകയാണ്. ഓരോ സെക്കൻഡിലും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. ശരിക്കും ഇങ്ങനെ തടിച്ചുകൂടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും കയ്യിൽ കിട്ടും. മൊബൈൽ ഫോണിൽ പണ്ട് ടെലിവിഷൻ ഉണ്ടായിരുന്നത്, ഇപ്പോൾ മൊബൈൽ ഫോണും യൂട്യൂബും ഓൺലൈനും ഒക്കെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. മൊബൈൽ ഏത് സമയത്ത് അതെ ഏത് സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. ശ്രീ ഹക്കീം, വാർത്തകളൊക്കെ ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ വാർത്തയുടെ അവതരണത്തിലും വാർത്തയുടെ രീതിയിലും ഒക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ട്. ഞാനും അതിനെ ഒരു ആത്മവിമർശനത്തോടു കൂടി എടുക്കുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു ബ്രിവിറ്റി ഉണ്ടല്ലോ, വാർത്തയുടെ ഒരു സമഗ്രതയും അതിൻ്റെ ഒരു പൂർണ്ണതയും, എന്നാൽ അതിൽ പാലിക്കേണ്ട മിതത്വവും ഒക്കെ ഇപ്പോഴും ഈ ആകാശവാണിയൊക്കെ പാലിക്കുന്നുണ്ട്. പക്ഷേ അതിന് വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. പ്രസാർ ഭാരതിയുടെ കീഴിലാണല്ലോ സ്വാഭാവികമായും. അപ്പോൾ അതിൻ്റെതായ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേൾക്കേണ്ട വാർത്തകൾ മാത്രം പറയുക, അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞു പോവുക എന്നത് ഇപ്പോഴും ആകാശവാണിയുടെ ഒരു ടാഗാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം നമുക്ക് 10 മിനിറ്റല്ലേ ബുള്ളറ്റിനുള്ളൂ. ആ 10 മിനിറ്റിനകത്ത് നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഗൈഡ് ലൈൻ അവർ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് വാർത്തകൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വരും, ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ 10 മിനിറ്റിനകത്ത് ഒരു സമഗ്ര വാർത്ത ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പലപ്പോഴും പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ആ വാർത്തകൾക്കകത്ത് ഏതാണോ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മളതിൽ ഉൾക്കൊള്ളിക്കാറുള്ളൂ. ശ്രീ ഹക്കീം കുട്ടായി, ഞാനൊരു ട്രേഡ് സീക്രട്ട് ചോദിച്ചോട്ടെ. സാധാരണ ഈ ശബ്ദമാണല്ലോ താങ്കളെ പിടിച്ചു നിർത്തിയതും, താങ്കളുടെ ശബ്ദത്തെയാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടതും, ഞങ്ങളടക്കം സ്നേഹിക്കുന്നതും ആ ശബ്ദത്തെയാണ്. അപ്പോൾ ഈ ശബ്ദം ഇതേപടി നിലനിർത്താൻ കഴിഞ്ഞ 27 വർഷമായിട്ട് വലിയ മാറ്റങ്ങളില്ലാതെ നിലനിർത്താൻ അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധയുണ്ടായിരുന്നു? യേശുദാസിൻ്റെയൊക്കെ കാര്യത്തിൽ പറയുന്നത് ഈ തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറവാണ്, അതേപോലെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. പിന്നെ ഒരു തെറ്റിദ്ധാരണയുള്ളത് പുക വലിച്ചാൽ വലിയ ബാസ് കിട്ടും എന്നുള്ളതാണ്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതെ ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു ഭക്ഷണപ്രിയനാണ്. എന്ത് കിട്ടിയാലും തിന്നും. എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു സാധനം തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു കോൾഡ് പിടിച്ച് അങ്ങ് ചുമയ്ക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തിന്നണം തോന്നിക്കഴിഞ്ഞാൽ അത് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ
അല്ലല്ല അല്ല, ഞാൻ ശബ്ദം ഈ 10-15 ദിവസമായിട്ട് വളരെ അതുകൊണ്ടാണത് 10-15 ദിവസമായിട്ട് വല്ലാതൊരു ഹെക്റ്റിക്കായിരുന്നു പ്രോഗ്രാം മുഴുവനെ. അപ്പോൾ ഞാനങ്ങനെ ശബ്ദം നിലനിർത്താനോ അല്ലെങ്കിൽ ക്രമീകരിക്കാനോ വേണ്ടി ഒന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാറില്ല. ഈവൻ ഗാർഗിൾ പോലും ഞാൻ ചെയ്യാറില്ല. ഗാർഗിൾ ചെയ്താൽ എനിക്ക് തൊണ്ടവേദന വരും. അതുപോലും ചെയ്യാറില്ല. ഐസ്ക്രീം കിട്ടിയാൽ കഴിക്കും. പിന്നെ അതുപോലെ ചില ഭക്ഷണങ്ങളിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ ഭക്ഷണം കഴിച്ചു കളി. അപ്പോൾ ശബ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇടക്കാലത്ത് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. പിന്നെ അത് ഓവർകം ചെയ്യാൻ ചെയ്തു എനിക്ക്.